രാജ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ദേശത്തിന്റെ യഥാർത്ഥ ശക്തി സമാജത്തിന്റെ ശക്തിയാണ്. മതപരിവർത്തനം അക്രമമാണെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. നാഗ്പൂരിൽ RSS ദ്വിതീയ കാര്യകർത്ത വികാസ് വർഗിന്റെ സമാപന പൊതുപരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം വിഷയം പരാമർശിച്ചാണ് രാജ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് സർസംഘ് ചാലക് അഭിപ്രായപ്പെട്ടത്. അഹിതങ്ങളായ ചില കാര്യങ്ങളാണ് പഹൽഗാമിൽ സംഭവിച്ചത്. അതിന് മറുപടിയായി ഒരിക്കൽ കൂടി നമ്മുടെ സൈന്യത്തിന്റെ ധീരതയും ഭരണകൂടത്തിന്റെ നിശ്ചയദാർഢ്യവും പ്രകടമായെന്ന് സർസംഘ് ചാലക് പറഞ്ഞു. उनके पराक्रम के साथ निर्णय लेना और करने के लिए कहना आइए जिनका दायित्व है ऐसे शासन प्रशासन के लोग, उनकी दृढ़ता भी हम सब ने देखी. प्रसंग पुराना होने पर फीका नहीं पड़ता और चलते रहता है, तो अपने देश के लिए ये बहुत बड़ा संबल है. और इसलिए देशभक्ति के इस वातावरण में सारे मतभेद जैसे हम भूल गए हैं, आपसी स्पर्धाएं भूल गए, देश के हित में स्पर्धक एक दूसरे का सहयोग कर रहे, ये जो चित्र खड़ा हुआ है वो वास्तव में उत्तम प्रजातंत्र का दृश्य. ये आगे भी चलते रहना चाहिए, ऐसी सदिच्छा हम सबके मन में है. ദേശത്തിന്റെ യഥാർത്ഥ ശക്തി സമാജത്തിന്റെ ശക്തിയാണ്. രാജ്യമെന്ന നിലയിലും സമൂഹമെന്ന നിലയിലും ഭാരതം ഒന്നാണെന്നും സർസംഘ് ചാലക് പറഞ്ഞു. മതപരിവർത്തനം അക്രമമാണെന്നും സർസംഘ് ചാലക് ചൂണ്ടിക്കാട്ടി. कन्वर्शन इज ए वायलेंस. हमने उसका कभी समर्थन, हमको पंथ संप्रदायों से कोई बैर नहीं है. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സംഘം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പൊതുപരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി അരവിന്ദ് നേത്തം പറഞ്ഞു. മുൻ US കോൺഗ്രസ് അംഗം ബിൽ ഷസ്തർ, അക്കാദമിക വിദഗ്ധനും എഴുത്തുകാരനുമായ പ്രൊഫസർ വാൾട്ടർ റസ്മിൽഡ്, AI ടെക്നോളജി വിദഗ്ധൻ ബിൽ ഡ്രക്സൽ തുടങ്ങി US-ൽ നിന്നുള്ള വിശിഷ്ടാതിഥികളും പരിപാടിയിൽ പങ്കെടുത്തു. വ്യായാം യോഗം, യോഗാസൻ പ്രദർശനവും ഘോഷ് പ്രദർശനവും പൊതുപരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ഡെസ്ക് ജനം.